ഹായ് ഹലോ ഓൾ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ കുറച്ചധികം നാളായി ഞാനൊന്ന് ഇരുന്ന് നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ട്. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുട്ടി കുട്ടി ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കുക, അതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി. എൻ്റെ തുടക്കത്തിലുള്ള മേ ബി 2 years ബാക്ക് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ കുറച്ച് ആക്റ്റീവായിട്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പം ഉള്ള വ്ളോഗ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈ ഐ സ്റ്റാർട്ടഡ് മൈ യൂട്യൂബ് ചാനൽ, എന്തിനാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ ഉള്ളത്. അതിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞ കാര്യം ഈസ് ടു ബിൽഡ് മൈ കോൺഫിഡൻസ്. എൻ്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഒത്തിരി എൻ്റെ എവറിത്തിങ് ദാറ്റ് ഐ ഡിഡ് വാസ് എൻ്റെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. പേഴ്സണൽ ഗ്രോത്ത് മീൻസ് ഫിനാൻഷ്യൽ ഗ്രോത്ത് അല്ല ഒരിക്കലും. എനിക്ക് ടു ബിൽഡ്, ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്നെ ഒന്ന് എനിക്ക് സ്വന്തമായിട്ട് എന്നെ ഒന്ന് എന്താ പറയുക, ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, അങ്ങനത്തെ കുറേ എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ഡു വീഡിയോസ് വെൻ ഐ ഫീൽ ലൈക്ക് ഡൂയിങ് വീഡിയോസ്. അല്ലെന്നുണ്ടെങ്കിൽ കുറേ നാൾ നിങ്ങൾ ചിലപ്പോൾ എന്നെ കാണത്തില്ല. പിന്നെ എപ്പോഴും എനിക്ക് വീഡിയോ ഇടണമെന്ന് തോന്നുമ്പോൾ ഞാൻ വീഡിയോ ഇടാറുണ്ട്. ബട്ട് യുനോ, എപ്പോൾ വീഡിയോ ഇട്ടാലും ഇട്ടില്ലേലും ഒക്കെ ഞാൻ വാട്ട് ഐ ട്രൈ ടു ഡു ഫോർ മൈസെൽഫ് ഈസ് ടു ബിൽഡ് മൈ കോൺഫിഡൻസ്. അപ്പം ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഐ വാസ് റീസെൻ്റ്ലി റീഡിങ് ദിസ് ബുക്ക്. ഇനിയിപ്പം ഈ ബുക്ക് ഇനിയൊരു കാൽഭാഗം കൂടിയുള്ളൂ വായിച്ച് കഴിയാനായിട്ട്. ബുക്കിൻ്റെ പേര് പേഴ്സണാലിറ്റി ഈസ് നോട്ട് പെർമനൻറ്റ് ബൈ ബെഞ്ചമിൻ ഹാർഡി PhD എന്ന് പറഞ്ഞ ആള് എഴുതിയൊരു ബുക്കാണ് കേട്ടോ ഇത്. ഐ തോട്ട് ലൈക്ക് ഐ ഷുഡ് ഇൻട്രൊഡ്യൂസ് ദിസ് ബുക്ക് ടു ഓൾ ഓഫ് യു ഹു ആർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് മാത്രമല്ല, ഐ വാണ്ട് ദിസ് ബുക്ക് ടു ബി റെഡ് ബൈ ലോട്ട് ഓഫ് പീപ്പിൾ. ലൈക്ക് ആർക്കൊക്കെ ഇത് വായിക്കാൻ പറ്റുമോ, നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ഇതെന്ന് എനിക്ക് തോന്നി കേട്ടോ ഈ ബുക്ക് വായിച്ചപ്പോഴത്തേനും. സോ ഈ ബുക്കിലോട്ട് ഞാൻ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നുള്ള പറയാം. അപ്പം ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഓഫീസിൽ മൈ കൊളീഗ്, അപ്പം നമ്മൾ ഇന്ന് എന്തോ സംസാരിച്ചപ്പം പുള്ളി എന്നോട് ചോദിച്ചു, ആർ യു ആൻ ഇൻട്രോവേർട്ട് ഓർ ആൻ എക്സ്ട്രോവേർട്ട് എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് പെട്ടെന്ന് ഒരു ഉത്തരം പറയാനായിട്ട് ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. I don't know if I am introvert or extrovert. Definitely I am not extrovert, but maybe I am an introvert who is trying to be an extrovert. Extrovert ഭയങ്കര എക്സ്ട്രോവേർട്ട് അങ്ങനെയല്ല എങ്കിലും ആ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞു. Then he told me that then I can suggest you a book. ഈ ബുക്ക് വായിച്ചു നോക്കണം. ദിസ് ബുക്ക് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയാണ് ഈ ബുക്ക് എനിക്ക് പുള്ളി പറഞ്ഞു തന്നത്. അപ്പം ആ സമയത്ത് ഞാൻ വേറൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ. പക്ഷേ ഈ ബുക്ക് അപ്പം തന്നെ ഞാൻ ഓർഡർ ചെയ്തു ആമസോണിൽ. കുറച്ചൊരു $10-25 എന്തോ ഉണ്ട് ഈ ബുക്കിന്. ബട്ട് ഐ തോട്ട് ലൈക്ക് ദിസ് ബുക്ക് വിൽ ബി ഡെഫിനറ്റ്ലി വർത്ത്. ആ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ പേഴ്സണാലിറ്റി ഈസ് നോട്ട് പെർമനന്റ് എന്നുള്ള ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. പിന്നെ പുള്ളിയും നല്ല ബുക്കാണെന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്തല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ബുക്കിലോട്ട് എത്തിപ്പെടുന്നത്. ആൻഡ് ടിൽ നൗ ലെറ്റ് മീ ബി ഫ്രാങ്ക്, ദിസ് ഈസ് സച്ച് എ ഗെയിം ചേഞ്ചർ ബുക്കാണ്. നമ്മുടെ കുറേ പെർസ്പെക്റ്റീവ്സും നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളും ഒക്കെ മാറ്റിമറിച്ച ഒരു ബുക്കാണിത്. അപ്പം ഈ ബുക്ക് ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾ വായിച്ച് ചെയ്യിപ്പിക്കുന്നൊന്നുമില്ല. ബട്ട് ഐ റിയലി വിഷ് ഇഫ് യു ക്യാൻ ബൈ ദിസ് ബുക്ക്, ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. നമ്മളിപ്പം മുതിർന്നവരായിരിക്കാം, ബട്ട് ഇപ്പം നമ്മുടെ ഒരു പിള്ളേർക്കൊക്കെ, ഒരു ടീനേജിലൊക്കെ ഉള്ള പിള്ളേർക്ക്, അല്ലെങ്കിൽ ഒരു 10-15 വയസ്സൊക്കെ ഉള്ളപ്പം വിൽ ബി റിയലി കൺഫ്യൂസ്ഡ് അബൌട്ട് അവർ പേഴ്സണാലിറ്റി. നമ്മൾ എന്ത് ടൈപ്പാണ്, എങ്ങനെയാണ്, എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉള്ള പിള്ളേർക്കൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ വായിക്കാൻ പറ്റിയ ഒരു ബുക്കായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ ഗുഡ് ബുക്ക്. Let me start with the question that my colleague asked me, are you an introvert or an extrovert? സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളെല്ലാവരും ലൈഫിൽ ഒരുപക്ഷെ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറൊരാൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ഈസ് ടു ഇൻട്രോവേർട്ട്, ഈസ് എക്സ്ട്രോവേർട്ടഡ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ ഒരു അന്തർമുഖ, ഒന്നിനോടും ആരോടും സംസാരിക്കാനായിട്ട് ധൈര്യമില്ലാത്ത, ഒന്നിനും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണെന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ലൈക്ക് സംവേ ദേ ആർ ലാക്കിങ് സംതിങ് സംവെയർ, ലൈക്ക് അങ്ങനെയുള്ള ആൾക്കാർ. അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഓവർ ഷൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ, ലൈക്ക് ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രമുഖരായിട്ട് മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ എക്സ്ട്രോവേർട്ട്. അപ്പം നമ്മുടെ സൊസൈറ്റിയിൽ പണ്ട് തൊട്ടേ ഉള്ള ഒരു പരിപാടിയാണ് നമ്മളെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളത്, ഐദർ ആസ് ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്. വൺസ് യു ആർ ലേബിൾഡ് ആസ് ഇൻട്രോവേർട്ട്, നമ്മൾ തന്നെ വിചാരിക്കും വി ആർ സപ്പോസ് ടു ബി ലൈക്ക് ദാറ്റ്
എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇൻട്രോവേർട്ടാണ്. അപ്പം എനിക്ക് വേറൊരു ഒരാളുടെ മുന്നിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു സദസ്സിൻ്റെ മുന്നിൽ പോയി നിന്ന് സംസാരിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ഞാനൊരു ഇൻട്രോവേർട്ടാണ് എന്ന് നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് അങ്ങ് വിചാരിച്ച് നമ്മൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു ലേബിൾ കൊടുത്ത് നമ്മൾ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സംവെയർ വി നോ ദാറ്റ് വി വാണ്ട് ടു ചേഞ്ച്. പക്ഷെ നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കിയാലും പക്ഷെ വി ആർ ഓൾറെഡി ലേബിൾഡ് ലൈക്ക് യു ആർ ലൈക്ക് ദിസ്. നിങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത് നമ്മളിങ്ങനെ ലേബിൾ ചെയ്തപ്പെട്ട കാരണം നമുക്കിനി മാറാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്ത, ഒരു കൺഫ്യൂഷനൊക്കെ നമുക്ക് ചിലപ്പം വന്ന് പെട്ടേക്കാം. ഐ ഡോണ്ട് നോ ഇഫ് ഐ വാസ് ദ ഓൺലി വൺ ഹു വാസ് തിങ്കിങ് ലൈക്ക് ദാറ്റ്. എന്നെ പോലെ ചിന്തിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മേ ബി ഞാൻ മാത്രമായിരിക്കില്ല, കാരണം ഞാൻ മാത്രമല്ല അങ്ങനെ ചിന്തിച്ചിരുന്നത് എന്നുള്ളതിന് ഒരു ബിഗ് എക്സാമ്പിളാണ് ഈ ബുക്ക്. അപ്പം ഈ ബുക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ഒരാൾക്കും നമ്മളെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. പേഴ്സണാലിറ്റി ഈസ് നോട്ട് പെർമനന്റ്. ലൈക്ക് ഐദർ യു ആർ ഒരു 10 വർഷം മുന്നേ ഞാൻ ഇൻട്രോവേർട്ട് ആയിരുന്നു. അത് എന്ന് വെച്ച് 10 വർഷം കഴിഞ്ഞാലും ഐ ക്യാൻ സ്റ്റേ ആസ് ഇൻട്രോവേർട്ട് ഇഫ് ഐ വാണ്ട്. ബട്ട് ഇഫ് യു വാണ്ട് ടു ചേഞ്ച്, if you want to change your character, if you want to change yourself, if you want to change your personality, and if you try for that, you can definitely change. അതല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണമെന്ന് എവിടെയും ആരും നിങ്ങളോട് പറഞ്ഞു വെച്ചിട്ടില്ല. ഇപ്പം നമ്മളിപ്പം ഇൻട്രോവേർട്ട് എന്നുള്ള അല്ലെ ഐ എം നോട്ട് ഓൺലി ടെലിംഗ് അബൌട്ട് ഇൻട്രോവേർട്ടഡ് അല്ലെ എക്സ്ട്രോവേർട്ടഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർട്ടിക്കുലർ ക്യാരക്ടർ നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്താൽ നമുക്ക് എന്തും മാറ്റാൻ പറ്റും. യു ക്യാൻ ചേഞ്ച് ഇറ്റ്. അപ്പം ഈ ബുക്കിൽ ഒരു ഭയങ്കര എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു ലേബിൾ കൊടുത്ത് നമ്മൾ ജീവിക്കുന്നതിന് വി ക്യാൻ റിലേറ്റ് ഇറ്റ് ടു. നമ്മളൊരു ബസ്സിൽ കയറി ഇരുന്നിട്ട് നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു ബസ്സാണ്. ആ ബസ്സിൽ വെറും ഒരു പാസഞ്ചറായിട്ട് നമ്മൾ ഇരിക്കുന്നതിന് തുല്യമാണ് നമുക്ക് തന്നെ ഒരു ലേബിൾ കൊടുത്തിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. But what you have to do is that you have to be the driver of the bus. നിങ്ങളുടെ ലൈഫിന്റെ ഡ്രൈവർ നിങ്ങളായിരിക്കണം. അല്ലാണ്ട് എനിക്ക് സൊസൈറ്റി ഈ ഒരു ലേബിൾ തന്നു, അതല്ലാണ്ട് ആരെങ്കിലും എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ആർ ലൈക്ക് ദാറ്റ്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ആർ സപ്പോസ് ടു ബി ലൈക്ക് ദാറ്റ്. ഇപ്പം എൻ്റെ ലൈഫിൽ നിന്നുള്ള എക്സാമ്പിൾ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുന്ന ഒരു +2 വരെയുള്ള കാലഘട്ടത്തിലൊക്കെ കണ്ടിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ലൈക്ക് ടിൽ മൈ മേ ബി ഫ്രം മൈ ഒരു ചൈൽഡ്ഹുഡ് തൊട്ട് എൻ്റെ +2 വരെ കണ്ടിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഞാനും ഈ ഒരു സമയത്ത് ഞാനും തമ്മിൽ ഭയങ്കര വ്യത്യാസം. ദർ ഇസ് എ ബിഗ് ചേഞ്ച് ബിറ്റ്വീൻ who was I at that time and who am I right now. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഐ വാസ് ലൈക്ക് ടു മച്ച് ഷൈ ആൻഡ് ഇൻട്രോവേർട്ടഡ് അങ്ങനെയുള്ള ഒരാളായിരുന്നു. അപ്പൊ ആ ഒരാളിൽ നിന്ന് ഐ ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഐ വാണ്ടഡ് ടു ചേഞ്ച് മൈസെൽഫ്. എനിക്കൊരു ചേഞ്ച് എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫുള്ളായിട്ടും ഞാൻ ആഗ്രഹിച്ച ഫുൾ ചേഞ്ച് ഒന്നും എനിക്ക് വന്നിട്ടില്ല. ബട്ട് ഐ ട്രൈഡ്, ഐ വർക്ക്ഡ് ഓൺ മൈസെൽഫ് ദാറ്റ് ഐ വാണ്ടഡ് എ ചേഞ്ച്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഇതിൽ വന്ന് സംസാരിക്കുന്നതും എല്ലാ കാര്യങ്ങളും. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഫ് യു വാണ്ട് ടു ചേഞ്ച് എ ട്രേറ്റ്, ഇപ്പം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളവർ, ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട്, എൻ്റെ സംസാരം ഇച്ചിരി ഓവറാണ്, എനിക്കതൊന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഓവറായിട്ടുള്ള പരിപാടികളൊക്കെ കുറയ്ക്കണം, ഐ വാണ്ട് ടു ബട്ട് ഷട്ട് ഡൗൺ അല്ല, കുറച്ചൊന്ന് ഒതുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് യു വാണ്ട് യു ക്യാൻ. പക്ഷെ നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ മാറുമ്പം വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് സൊസൈറ്റി നമ്മൾ മാറിയാലും നമ്മുടെ മാറ്റത്തെ അംഗീകരിക്കാനായിട്ട് ചിലപ്പോൾ സൊസൈറ്റി തയ്യാറായിക്കൊള്ളണമെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ നേരത്തെ ഉദാഹരണത്തിൽ നിന്ന് തന്നെ ലൈക്ക് എന്നെ 15 years മുന്നേ അറിയാവുന്ന ആൾക്കാർ എൻ്റെ ഈ ചേഞ്ച് കണ്ടപ്പോഴത്തേനും ലാസ്റ്റ് 2 years back when I met few of those people, they were so shocked and so surprised and they were asking me എന്താ പറ്റിയത്. എനിക്കെന്തോ എൻ്റെ വട്ടായ പോലെയാണ്. they were asking me like എന്താ സംഭവിച്ചത്, എന്താ തലക്കടി കിട്ടിയെന്നുള്ള രീതിയിലൊക്കെ some people keep on asking things like that. ലൈക്ക് നമ്മുടെ അതാണ് നമുക്കൊരു പർട്ടിക്കുലർ ലേബൽ ഉണ്ട്. ഇഫ് യു ആർ ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് ജനിച്ചത് അല്ലെ കുറെ നാൾ ഇങ്ങനെയാണ് ജീവിച്ചതെന്നുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം അങ്ങനെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിനും കാണും. ദ തിങ് ഈസ് ലൈക്ക് വി ഡോണ്ട് ഹാവ് ടു consider or bother about those people. But if you want to change, what I want to tell is that if you want a change in your life, or if you want to be somebody else after 10 years, after 5 years,
നിങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞ് എന്നെ ഇങ്ങനെയാണ് കാണേണ്ടത്, ഈ ഒരു എന്നെയാണ് കാണേണ്ടത്, ഇപ്പോൾ ഉള്ള എന്നെയല്ല, എൻ്റെ പേഴ്സണാലിറ്റി ഇങ്ങനെ എനിക്ക് ട്രാൻസ്ഫോം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് യു ഷുഡ് ഡെഫിനറ്റ്ലി റീഡ് ദിസ് ബുക്ക്. ദിസ് ബുക്ക് വിൽ ഹെൽപ്പ് യു. അപ്പം ഇത് നാട്ടിലൊക്കെ ആമസോണിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. ആമസോണിലെ ഈ ബുക്കിന്റെ ലിങ്ക് ഇട്ടേക്കാം. ആൻഡ് ഐ റിയലി വിഷ് ഇഫ് യു നോ സമ്മൺ ഓർ ലൈക്ക് എസ്പെഷ്യലി കിഡ്സ്, ചൈൽഡ്ഹുഡിലാണ് നമുക്കിത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇങ്ങനത്തെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഫേസസിൽ കൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പം ചില ആൾക്കാർ, ഇപ്പം ഞാൻ സംസാരിച്ച എൻ്റെ ഈ കൊളീഗ്, എന്തോ ഒരു കോൺവെർസേഷൻ ഇടയിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലോട്ട് വന്നത്. അപ്പം എൻ്റെ ഈ കൊളീഗ് പുള്ളി പറയുമായിരുന്നു, പുള്ളിയുടെ ചൈൽഡ്ഹുഡിൽ ഹി വാസ് സോ എക്സ്ട്രോവേർട്ടഡ്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ പുള്ളിയുടെ ലൈഫിൽ എന്തോ ഒരു ഇൻസിഡന്റ്, ഹി ഡിൻ ടെൽ മീ വാട്ട് വാസ് ദ ഇൻസിഡന്റ്, എന്തോ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു. ആ ഇൻസിഡന്റിന് ശേഷം ഹി ബിക്കെയിം ടു മച്ച് ഇൻട്രോവേർട്ടഡ്. അപ്പൊ പക്ഷേ പിന്നെ പുള്ളിക്ക് അതിൽ നിന്ന് പുറത്തോട്ട് വരാനും പറ്റുന്നില്ല. അങ്ങനെയാണ് പുള്ളി ഈ ബുക്ക് വായിക്കുന്നതും. Then he's more into like coming back to his old himself. Like അപ്പൊ ലൈഫിൽ കുറെ ആൾക്കാരും, ഞാനും എൻ്റെ ലൈഫിൽ കുറച്ചിങ്ങനെ ഒന്ന് ഒതുങ്ങി പോകാനായിട്ടുള്ള മെയിൻ കാര്യം എൻ്റെ ചൈൽഡ്ഹുഡിൽ നടന്നിട്ടുള്ള കുറേ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് എന്നെ അങ്ങനെ മാറ്റിമറിച്ചത്. പക്ഷേ കുറേ നാൾ ഐ വാസ് നോട്ട് ഏബിൾ ടു ഓവർകം. നമ്മൾ ആ ട്രോമയിൽ നമ്മൾ കുറേ നാളങ്ങ് ജീവിക്കും. ആ ട്രോമ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വി വിൽ ബി ഏബിൾ ടു നമുക്ക് പുറത്തു വരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഈ ബുക്കിൽ ട്രോമയെ കുറിച്ച് പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് കേട്ടോ. ഇറ്റ് റിയലി ഐ വാസ് സോ ഹാപ്പി ടു റീഡ് ദാറ്റ് പാർട്ട്. എങ്ങനെ നമുക്ക് ട്രോമനെ ഓവർകം ചെയ്യാൻ പറ്റും, നമ്മുടെ ചൈൽഡ്ഹുഡിൽ വന്നിട്ടുള്ള ഓരോ ട്രോമകളും ഇറ്റ് ഡെഫിനറ്റ്ലി ഹാസ് മോൾഡഡ് ഹൂ വി ആർ ടുഡേ. അപ്പം നമ്മൾ ആ ട്രോമനെ വി ഹാവ് ടു ഓവർകം. അതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ഈ ബുക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ട്രോമ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അതൊരു ഭയങ്കര ബാഡ് ഇൻസിഡന്റ് ആണ്, നമുക്ക് ഹാപ്പൻ ചെയ്ത ഇൻസിഡന്റ്. ഒരു ബാഡ് ഇൻസിഡന്റ് നമ്മുടെ ലൈഫിൽ നമുക്ക് സംഭവിച്ചു. പക്ഷെ ആ ബാഡ് ഇൻസിഡന്റിനെ നമ്മൾ അന്ന് നമ്മൾ കണ്ടിരുന്ന പെർസ്പെക്റ്റീവ്, ഇപ്പം ഈ ബുക്കിൽ ഒരു എക്സാമ്പിൾ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ലേഡി ഷീ വാണ്ടഡ് ടു ബി എ ചൈൽഡ് കാർട്ടൂണിസ്റ്റ് ആകണം എന്നായിരുന്നു പുള്ളിക്കാരുടെ ആഗ്രഹം. പിള്ളേരുടെ ഇങ്ങനെ കാർട്ടൂൺ പടങ്ങളൊക്കെ വരയ്ക്കുന്ന ഒരു വലിയ ചൈൽഡ് കാർട്ടൂണിസ്റ്റ് ആകണം എന്നായിരുന്നു പുള്ളിക്കാരുടെ ആഗ്രഹം. അപ്പം ഷീ വെന്റ് ടു എ ആർട്ടിസ്റ്റ് ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയി പഠിക്കുന്നു ആ സമയത്ത്. ആൻഡ് വൺ ഡേ എന്തോ ഒരു ക്ലാസ് ടെസ്റ്റോ എന്തോ പോലെ നടക്കുന്ന സമയത്ത് ഷീ ഡ്രൂ എ പിക്ചർ. ആൻഡ് അപ്പം ടീച്ചർ വന്നിട്ട് എല്ലാവരും വരച്ച പിക്ചേഴ്സ് ഇങ്ങനെ നോക്കുമായിരുന്നു. ആൻഡ് പക്ഷേ ആ ടീച്ചർ വന്നിട്ട് ഈ പുള്ളിക്കാരുടെ പിക്ചർ മാത്രം കുറെ സ്ക്രിബിൾ ചെയ്ത് കുറെ കറക്ഷനൊക്കെ വരുത്തി, കുറെ മാർക്കിംഗ് ഒക്കെ വരുത്തി ചെയ്തത് അല്ല എന്നുള്ള രീതിയിൽ ഷീ ഡിഡ് ലൈക്ക് ദാറ്റ്. അപ്പം ദാറ്റ് വാസ് എ ഹൈലി ട്രോമാറ്റിക് ഇൻസിഡന്റ് ഫോർ ദാറ്റ് ലേഡി. അപ്പം പുള്ളിക്കാരിക്ക് അത് ഭയങ്കര ഒരു നാണക്കേടോ ഭയങ്കര ഒരു വല്ലാത്ത ഒരു അനുഭവമായി പോയി. ആൻഡ് ഷീ എൻഡഡ് അപ്പ് ലൈക്ക് അന്ന് തൊട്ട് ഫോർ 50 years ഷീ ഡിഡ്ന്റ് ഡ്രൂ ഈവൻ എ സിംഗിൾ പിക്ചർ. അപ്പം അത് ആ ഒരു എക്സ്പീരിയൻസ് കാരണം പിന്നെ അവരൊരിക്കലും ഒരു പടം പോലും വരച്ചിട്ടില്ല. അപ്പം ഈ ബുക്കിന്റെ ഓഥർ അവരോട് സംസാരിക്കുന്നതും അപ്പം എങ്ങനെ നമുക്ക് ഉണ്ടായ ട്രോമാറ്റിക് എക്സ്പീരിയൻസിനെ നമുക്ക് ഓവർകം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവരുടെയും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എനിക്കിങ്ങനെ മാലപ്പടക്ക പോലെയാണ്. മേ ബി ഐ വാസ് ലിറ്റിൽ ഇമോഷണൽ ഓർ സെൻസിറ്റീവ് ഒക്കെ ആയതുകൊണ്ടായിരിക്കാം കുറേ ഇൻസിഡൻസ് ഇങ്ങനെ അടുക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ബുക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ, വി ഷുഡ് സീ ആ ട്രോമാറ്റിക് ഡെഫിനറ്റ്ലി അതൊരു ഹാർഡ് എക്സ്പീരിയൻസ് ആയിരിക്കാം. പക്ഷെ നമ്മൾ അന്ന് കണ്ട ആ ഒരു പെർസ്പെക്റ്റീവിൽ വേണ്ട. അന്ന് നമ്മൾ ചെറുപ്പമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ചെറുപ്പമായി നമ്മൾ അന്ന് കണ്ട ആ ഒരു പാസ്റ്റിൽ നമ്മൾ കണ്ട ആ ഒരു പെർസ്പെക്റ്റീവിൽ അല്ലാണ്ട് നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവിൽ അതൊന്ന് കണ്ടു നോക്കൂ. ലൈക്ക് ഇപ്പൊ ഈ പടം വരച്ച പുള്ളിക്കാരി കറക്റ്റ് ചെയ്ത ടീച്ചർ അവര് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ പുള്ളിക്കാരി അതെടുത്തത് അതൊരു ഡീഗ്രേഡിങ് ആയിട്ടാണ് എടുത്തത്. അയ്യോ എന്നെ മോശക്കാരി ആക്കി എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി ആ ഇൻസിഡന്റിനെ എടുത്തത്. അത് കാരണമാണ് പുള്ളിക്കാരിക്ക് അത് ട്രോമയായിട്ട് മാറിയത്. നേരെ മറിച്ച് ഓക്കെ, ഞാൻ നന്നാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ ഞാൻ ചിലപ്പം ബാക്കിയുള്ളവരെക്കാട്ടിലും നല്ലതായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ മേ ബി ബെറ്റർ ആവാൻ വേണ്ടിയിട്ടായിരിക്കാം ഷീ ഡിഡ് ദാറ്റ് ഫോർ മീ എന്ന് നമ്മൾ ചിന്തിച്ചാൽ കുറേയൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോ ഇൻസിഡന്റും നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ള ഓരോ ഇൻസിഡന്റും റാദർ ദാൻ
കോളിങ് ഇറ്റ് ആസ് എ നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ കാണുന്നതിന് പകരം നമുക്കതിനെ ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് കാണാൻ പറ്റിയാൽ അത് വളരെ നല്ല കാര്യമായിരിക്കും എന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. പിന്നെ ഈ ബുക്കിൽ പറയുന്ന മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ലൈഫിൽ ട്രൊമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് മെയിൻലി ഇൻ അവർ ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമുക്കൊരു വലിയ പ്രശ്നമുണ്ട്. നമുക്ക് ധൈര്യമില്ല. നമുക്ക് സംഭവിച്ചിട്ടുള്ള നമുക്ക് മനസ്സിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള വിഷമം ഈവൻ നമ്മുടെ പേരൻസിനോടാണെങ്കിലും നമുക്ക് അടുപ്പമുള്ളവരോടൊന്നും പറയാനുള്ള ധൈര്യം ഉണ്ടാവണം എന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനെ പറയാത്ത കാരണം നമ്മൾ തന്നെ മനസ്സിലത് ഇട്ടോ, അയ്യോ അവരെന്നെ അങ്ങനെ പറഞ്ഞു, അല്ലെ അവരെന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അത് അങ്ങനെ നമുക്കതൊരു ഭയങ്കര ഷോക്കായി ട്രോമയായി ലൈഫ് ലോങ് നമ്മളത് മനസ്സിൽ കൊണ്ട് നടക്കും. ബട്ട് അന്ന് അങ്ങനെ ഉണ്ടായ എക്സ്പീരിയൻസ് തന്നെ ഇഫ് യു ആർ ഏബിൾ ടു ഓപ്പൺലി ടോക്ക് വിത്ത് സംവൺ ഹു ക്യാൻ ഹെൽപ്പ് യു, അതൊരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. അപ്പം ഐ ഫോർഗോട്ട് ദാറ്റ് ടേം, അങ്ങനെയുള്ള ആൾക്കാരെ ഒരു പേര് പറയുന്നുണ്ട്, ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി ദാറ്റ് ടൈം. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ ഇങ്ങനെയുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ആരോടെങ്കിലും തുറന്ന് ഷെയർ ചെയ്യാൻ പറ്റിയ, ഇപ്പൊ ഇഫ് ദേ ആർ ഏബിൾ ടു പ്രോപ്പർലി ഗൈഡ് നമ്മളെ കറക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളെ അത് പ്രോപ്പർലി നമുക്കതൊരു പോസിറ്റീവായിട്ട് എൻഡ് അപ്പ് ചെയ്താൽ ഇൻ ദാറ്റ് വേ വി ക്യാൻ ഓവർകം അവർ ട്രോമ. പക്ഷെ ഈ ബുക്കിൽ അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്, അങ്ങനെയുള്ള 3-4 ആൾക്കാരെങ്കിലും നമ്മുടെ ലൈഫിൽ വേണം എന്നാണ് പറയുന്നത്. ബട്ട് ദാറ്റ് ഇസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഐ തിങ്ക്. ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യത്തിനോട് മാത്രം ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഐ ക്യാൻ കോപ്പ് അപ്പ് വിത്ത് ദാറ്റ് ഐഡിയ. ബിക്കോസ് നമ്മുടെ ലൈഫിൽ ഒരു കുറേ ആൾക്കാർ നമ്മുടെ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് നമ്മൾ പറയുമ്പോൾ നമ്മളെ അത് പറയുന്ന രീതി, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും നമ്മളെ ജഡ്ജ് ചെയ്യാണ്ട് നമ്മൾ പറയുന്ന കേൾക്കാനും നമുക്ക് ഓൾറെഡി നമ്മളൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ് അവരോട് പറയുന്നത്. ഇനി അവരോടത് പറഞ്ഞിട്ട് അത് വീണ്ടും ഒരു ട്രോമയായിട്ട് നമുക്ക് മാറരുത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് വേണം നമ്മൾ അത് ഷെയർ ചെയ്യാനായിട്ട്. ഐ തിങ്ക് യു ഷുഡ് ബി കെയർഫുൾ ഇൻ ടെല്ലിങ് ടു ഹൂം യു വാണ്ട് ടു ടെൽ യുവർ എക്സ്പീരിയൻസ്. അപ്പൊ എനിക്ക് ലൈഫിൽ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് എൻ്റെ എന്തെങ്കിലും ട്രോമ ഞാൻ വേറൊരാളോട് പറഞ്ഞിട്ട് അവരത് പറയുന്നിട്ട് എനിക്കത് വീണ്ടും ഒന്നുകൂടെ ട്രോമയായിട്ട് മാറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഐ വിൽ റെക്കമെൻഡ് യു നോട്ട് ടു ടെൽ നമ്മൾ ഭയങ്കര സേഫ് ആയിരിക്കണം, നമ്മൾ ഭയങ്കര ക്ലെവർ ആയിരിക്കണം ടു ഹും ടു ടെൽ അബൌട്ട് യുവർ ട്രോമാറ്റിക് എക്സ്പീരിയൻസ്. ഇപ്പം നമുക്ക് അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മേ ബി ടു ഹു ആർ ക്വാളിഫൈഡ് ഇനഫ്, ലൈക്ക് നമുക്ക് ഏതെങ്കിലും കൗൺസിലിംഗ് പറ്റിയ ആൾക്കാരൊക്കെയാണ്, അങ്ങനെയുള്ളവരാണെങ്കിൽ ദേ നോ ഹൗ ടു ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ. സോ അങ്ങനെ നമ്മുടെ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഇഫ് യു ആർ സ്റ്റക്ഡ് ഇൻ പർട്ടിക്കുലർ ട്രേറ്റ് ഓർ പർട്ടിക്കുലർ ക്യാരക്ടർ, നിങ്ങളിപ്പം ഞാൻ മെയിൻലി ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്നുള്ള കാറ്റഗറി വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൽ നിങ്ങൾ പർട്ടിക്കുലർ ആയിട്ട് സ്റ്റക്കാണ് due to some bad experience that you had in your life, if you are able to open up yourself to someone who is able to handle ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തിട്ട് നിങ്ങളെ അത് നല്ല രീതിയിൽ കൺസോൾ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ഒരു ബാഡ് എക്സ്പീരിയൻസിനെ അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് നിങ്ങളൊരു അതിൽ നിന്ന് ഓവർകം നിങ്ങളെ ചെയ്യിക്കാൻ പറ്റിയ ഒരാളുമായിട്ട് സംസാരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഈയിടെ ഞാൻ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഞങ്ങളുടെ ചേട്ടനോട് സംസാരിച്ചപ്പോൾ പുള്ളി എനിക്ക് തന്ന ഒരു മെയിൻ അഡ്വൈസ്, ഐ ഹോപ്പ് ഹി വിൽ ബി സീയിങ് ദിസ് വീഡിയോ. അപ്പം മെയിൻ അഡ്വൈസ് എന്താന്ന് വെച്ചാൽ നമുക്ക് വേറൊരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണമെന്നില്ല. ലൈക്ക് വി ക്യാൻ കൺസോൾ അവർ സെൽഫ്. നമുക്ക് നമ്മുടെ ലൈഫിൽ ഞാൻ ഈ പറയുന്ന ഈ കാര്യം പുള്ളി എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ് കേട്ടോ, ഇത് ഞാൻ വേറെ എവിടെയും വായിച്ച കാര്യമല്ല, ഹിസ് ഓൺ ഐഡിയാസ് ആണ്. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മളെ തന്നെ നമുക്ക് ആശ്വസിപ്പിക്കാനായിട്ട് പറ്റും. ലൈക്ക് നമ്മുടെ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ take ourselves to that situation and we can console ourselves. വേറൊരാളുടെ ഹെൽപ്പ് കൂടാതെ നമുക്ക് തന്നെ നമ്മളെ ആശ്വസിപ്പിക്കുക, അത് ഓക്കെയാണ്. ഐ എം ഓവർകമ്മിങ് ദാറ്റ് സിറ്റുവേഷൻ. ഫോർ മീ ഐ എം എ ക്രിസ്ത്യൻ. ഞാൻ ഇപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ മെയിനായിട്ടും ഞാൻ എന്നെ തന്നെ ഞാൻ ആശ്വസിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ഐ ട്രസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഐ ആസ്ക് ഹിം ടു കൺസോൾ മൈസെൽഫ്. അപ്പം മൈസെൽഫ് അല്ല, ഐ സീക്ക് ഹിസ് ഹെൽപ്പ്. ലൈക്ക് സോ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള നമ്മൾ ഏതെങ്കിലും ക്യാരക്ടറിൽ ഏതെങ്കിലും ട്രേറ്റിൽ എവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ there should be a reason for that and you have to overcome that. അത് ഓവർകം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇരിക്കരുത്. You should keep yourself a goal. ഞാനൊരു 5 years കഴിഞ്ഞ് I want to see myself changed like this. I want to see myself reached up to that level. ഇന്നത്തെ ഈ ലെവലിൽ തന്നെ അല്ലാണ്ട് അയ്യോ എനിക്ക് അങ്ങനെ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ട്രോമ വന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, I had a trauma, അത് കാരണം ഞാൻ ഇനി എൻ്റെ ലൈഫ് ലോങ്
ഞാൻ ട്രോമ ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ലിവ് ആൻഡ് എൻഡ് യുവർ ലൈഫ് ലൈക്ക് ദാറ്റ് വിത്ത് ദാറ്റ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ്. അത് കാരണം ഞാൻ എങ്ങനെയാണ് ആ ട്രോമേനെ കുറ്റം പറഞ്ഞ് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. ഈ ട്രോമ തന്ന ആൾക്കാരോ ദേ വിൽ ബി ഹാവിങ് എ ഹാപ്പി ലൈഫ് ആൻഡ് ദേ വിൽ ബി എൻജോയിങ് യുവർ ലൈഫ്. അത് കണ്ട് നമുക്കിവിടെ നമ്മളിങ്ങനെ അതോർത്ത് വിഷമിച്ചിരിക്കുന്നല്ലാണ്ട് ദർ ഇസ് നോ യൂസ് ഫോർ ദാറ്റ്. അപ്പൊ അന്ന് ട്രോമ തന്ന ആൾക്കാർ ഒന്ന് നിങ്ങളെ വന്ന് ആശ്വസിപ്പിക്കോ അല്ലെങ്കിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കോ. ദേ മെയിൻ എന്റെയൊക്കെ ലൈഫിൽ അവരെനിക്ക് ട്രോമ തന്നെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, അവരൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. സോ യുനോ, അപ്പൊ നിങ്ങൾ എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് പോയിട്ട് അവരോട് വഴക്കുണ്ടാക്കാനൊന്നും പറ്റത്തില്ല. സോ ദ ബെറ്റർ തിങ് ഈസ് ലൈക്ക് ഫൈൻഡ് യുവർ ഓൺ വേ to overcome the situation and keep yourself a goal and work for that goal. ഇപ്പം 10 വർഷം കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ കാണണം എന്നുള്ളതിന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഡു യുവർ സ്റ്റെപ്സ്, മൂവ് ഫോർവേഡ്. സോ ആൻഡ് ഐ ഹോപ്പ് you all can buy this book and read this book. This will definitely bring a change in your life. Especially സാധാരണ ഇതൊന്നും പ്രശ്നമില്ലാതെ എല്ലാം ഓക്കെ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ if you are gone through ഈ ഒരു കൺഫ്യൂഷൻ, ഞാൻ എന്താണ്, ഞാൻ ഇങ്ങനെയാണ്, പക്ഷെ എനിക്കൊരു മാറ്റം വേണം, എൻ്റെ ഈ മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ. ഇതൊരു ക്വിക്ക് വീഡിയോ ആയിരുന്നു. ഇത് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ച വീഡിയോ അല്ല, പക്ഷേ ദിസ് ബുക്ക് വാസ് സോ മോട്ടിവേറ്റിംഗ് ഫോർ മീ. ഐ തോട്ട് ലൈക്ക് ഐ ഷുഡ് ഷെയർ വിത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഐ ബി വെരി ഗ്ലാഡ്. ആൻഡ് ഇഫ് യു ഫൈൻഡ് ദിസ് ബുക്ക് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഈ ബുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി സോ ഹാപ്പി. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒത്തിരി പൈസ സമ്പാദിക്കലോ അങ്ങനത്തെ ലക്ഷ്യങ്ങളൊന്നുമല്ല. ഐ വാണ്ട് മൈ പേഴ്സണൽ ഗ്രോത്ത് ഇൻ മൈ കോൺഫിഡൻസ് ലെവൽ. ആ കൂടെ തന്നെ എൻ്റെ പോലെ തന്നെ ലൈഫിൽ എന്തെങ്കിലും രീതിയിൽ ഒരു കോൺഫിഡൻസ് കുറവ് എന്തെങ്കിലും അനുഭവിച്ചിട്ടുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ I want them also to grow with me. So I want to remind all of you who are stuck in your particular character or trait, or if you are being labeled with particular level as introvert or extrovert, you are not like that. If you want to change yourself, you can change. And as this book tells, personality is not permanent. You can change your personality and you can make a better version of yourself if you want to. That's all. Bye bye.